1,20,000 വരുന്ന പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകർ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അതുപോലെ തന്നെ ഹബീബായ നബിക്ക് മറ്റുള്ള പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠതകൾ ഉള്ളതുപോലെ, പവിത്രതകൾ ഉള്ളതുപോലെ, പ്രത്യേകതകൾ ഉള്ളതുപോലെ ഇതര സമുദായത്തെക്കാളും കഴിഞ്ഞുപോയിട്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുമുള്ള 1,00,000-ൽ പരം വരുന്ന എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തെക്കാളും ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായി നമുക്ക് ശ്രേഷ്ഠതയുണ്ട്. മറ്റുള്ള സമുദായത്തെക്കാളും നമുക്ക് പ്രത്യേകതയുണ്ട്. വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ, കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമുദായം അത് നിങ്ങളുടെ സമുദായമാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാളും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാളും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാളും, ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാളും ഇവിടെ ഏതെല്ലാം പ്രവാചകന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ടോ ആ പ്രവാചകന്മാരുടെ സമുദായത്തെക്കാളും ഹബീബായ നബിയുടെ തൊട്ടു മുമ്പ് വന്നുപോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാളും ഏറ്റവും ഏറെ പ്രത്യേകതകളുള്ള ഏറ്റവും നല്ല ഉമ്മത്തീങ്ങൾ ആരെന്നറിയോ? കുന്തും ഖൈറ ഉമ്മ, അത് ഈ സമുദായമാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ഇത്രയേറെ പ്രത്യേകതകൾ നമുക്ക് ലഭിച്ചത്? എന്തിനാ ഇത്രയേറെ പവിത്രതകൾ നമുക്ക് ലഭിച്ചത്? എന്തിനാ ഇത്രയേറെ ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല സമുദായം നമ്മൾ മാറിയതിന്റെ പ്രത്യേകത, ഏറ്റവും നല്ല സമുദായമായി നമ്മൾ മാറിയതിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ല ഉമ്മത്തായി, ഏറ്റവും നല്ല സമുദായമായി നമ്മൾ മാറിയതെന്നറിയുമോ? ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നമ്മൾ കൽപ്പിക്കും, ജനങ്ങളോട് നന്മ കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നവരാ. എന്തെങ്കിലും എല്ലാം കാണുമ്പോ മോനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിസ്കാരം കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നവരാ, ഇബാദത്ത് കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നവരാ, നോമ്പ് കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നവരാ, സകാത്ത് കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്നവരാ, എല്ലാ നന്മകൾ കൊണ്ടും നമ്മൾ കൽപ്പിക്കുന്നവരാ. മാത്രവുമല്ല വതൻഹാ അനിൽ മുൻകർ, തെറ്റായ കാര്യങ്ങൾ നമ്മൾ വിരോധിക്കുന്നവരാ. ഈ രണ്ട് പ്രത്യേകതകൾ മാത്രമല്ല, വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നവരാ. നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ല, ഏകദൈവ വിശ്വാസികളാ. സർവ്വതും എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാ നമ്മൾ. ഈ മൂന്ന് പ്രത്യേകതകളാണ് നമുക്കുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തീങ്ങളായ നമ്മൾ ഏറ്റവും നല്ല സമുദായമായി മാറാനുള്ള മൂന്ന് പ്രത്യേകതകൾ: ഒന്ന് നന്മ കൊണ്ട് കൽപ്പിക്കല, രണ്ട് തിന്മ കൊണ്ട് വിരോധിക്കല, മൂന്നാമത്തേത് അല്ലാഹുവിനെ അതിയായി നമ്മൾ വിശ്വസിക്കുന്നവരാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാലേ കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമുദായമായി നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കൻ ആമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.